അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റില്ലേ? സാധാരണ മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. എന്നെ കണ്ടപ്പോൾ കേട്ടോ നിങ്ങളൊക്കെ എഴുന്നേറ്റുന്നു. അള്ളാഹു ആഫിയത്തും ആരോഗ്യം അള്ളാഹു തരട്ടെ. കയ്യിനും കാലിനും അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഒരു മൂലയിൽ കിടന്ന് നമ്മളെ കാഷ്ടവും നമ്മുടെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരാഴ്ച കണ്ടു, പിറ്റത്താഴ്ച കാണുന്നില്ല. ഈ കൂട്ടത്തിൽ ആർക്കാ ക്യാൻസർ പറയാൻ പറ്റുമോ? ഈ കൂട്ടുകാരെ ഫസ്റ്റ് മരിക്കാന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് വരെ ഒരാളെ പരസഹായമില്ലാതെ സ്വന്തം നടന്ന് ബാത്റൂമിൽ പോകാനും നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ഉള്ള ആഫിയത്തുള്ള തരട്ടെ. നമ്മൾ തടി മോടുന്ന രക്തമുള്ള സർക്കൂസ് നൽകട്ടെ. ഇരിക്കൽ കണ്ണിന്റെ കാലിച്ചിനുള്ള കൊടുത്ത് കളയാതിരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ചായ കുടിച്ചോ? ചായ കുടിച്ചോ? അത് മലയാളം പോരാ തോന്നുന്നു. ഇങ്ങോട്ട് വന്നാലോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാലോ ചോദിച്ചോ? ഇങ്ങോട്ട് വന്നാ അങ്ങോട്ട് പോയത് പറ്റില്ല. മാഷാ അല്ലാഹ്, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ ജീവിക്കമില്ലാതെയൊക്കെയാണ്. പിന്നെ മാഷാ അല്ലാഹ്. അപ്പോ നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത്? അല്ല എന്ന് പറയുന്നത് കണ്ണാടി വെച്ച് താത്ത. വിഷമങ്ങൾ ഒരുപാടില്ലേ? അല്ലാഹു നമ്മളെല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ കൂടെ നിങ്ങൾ 3 ഫാത്തിഹ ഓതണം, 6 സ്വലാത്തിന്റെ കൂടങ്ങളെ ചൊല്ലണം. ഇനി ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും പറയേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കട്ടെ. അല്ലെ? അങ്ങനെയല്ലേ? അല്ലേ? ഇപ്പോഴും നമ്മളെ വിലപ്പെട്ട സമയമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ 3 ഫാത്തിഹ ഓതണം, 5 സ്വലാത്തിന്റെ കൂടങ്ങൾ ചൊല്ലണം, 6 സ്വലാത്ത്. അതിലൊന്നാമത്തെ സ്വലാത്ത് നമ്മളെ നിയ്യത്ത് എന്താണ്? നമ്മൾക്ക് അള്ളാഹു തന്ന വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ. ഇനി ഒരു വിഷമം റബ്ബ് തരാതിരിക്കട്ടെ. അതിനു വേണ്ടിയാണ് 4600 കിലോമീറ്ററിലപ്പുറത്തിന്റെ വിശ്രമം കൊള്ളുന്ന നമ്മളെ ചങ്കില ചോരയായ കറിന്റെ കഠിനമായ ഹബീബായ മുത്തുനബിന്റെ ഹദറത്തിലേക്ക് 1ാമത്തെ സ്വലാത്ത്. വിഷമങ്ങൾ അള്ളാഹു മാറ്റിത്തരാൻ. ഇനി ഒരു സങ്കടം അല്ല തരാതിരിക്കട്ടെ. 2ാമത് രോഗം തന്നുള്ള പരീക്ഷിക്കാതിരിക്കട്ടെ. ഇപ്പോ എന്റെ റൂമിന്റെ ഉള്ളിലൊരു ഫാമിലി ഇല്ലാത്ത പരീക്ഷണമാണ്. നിങ്ങൾ കണ്ടോ? നേരത്തെ ഒരു കുട്ടിനെ മൂക്കിൽ പൈപ്പിട്ടിട്ട് ഇവിടെ ഇരിക്കണേ കണ്ടോ? ആ കുടുംബത്തിന് 3 മക്കളാണ്. ഒരു മോന് വണ്ടി തട്ടി മരിച്ചു. 2ാമത്തെ കുട്ടിക്ക് ക്യാൻസറാണ്. ഹോസ്പിറ്റലൊക്കെ മടക്കി, ഒരു രക്ഷയില്ലാതെ പറഞ്ഞു. കുട്ടിനെ കല്ല് പ്രശ്നമാണ്, പരീക്ഷണം. അല്ലാഹു ഒരു കുട്ടി മരിച്ചു, 2ാമത്തെ കുട്ടി മരണത്തോടും അല്ലാഹു അങ്ങനത്തെ ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. നമുക്ക് തന്ന രോഗം ശുദ്ധിയാക്കട്ടെ. ഒരു രോഗം തരാതിരിക്കട്ടെ. നമ്മളെ ആർക്കും നമ്മളല്ല ബാധ്യതയാക്കാതെ. 3ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഹബീബായ മുത്തുനബിയുടെ റൗള ശരീഫ് കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. 4ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്നവർക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഇവിടെ വന്നവരുടെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. 5ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഒരുപാട് പേര് യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. അവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. 6ാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഒരുപാട് പേര് വട്ടമിട്ട് പറക്കാണ്. ഈ മജ്‌ലിസ് ഇല്ലാതെയാക്കാൻ നിങ്ങൾക്കറിയില്ലേ? എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം. അതിനു വേണ്ടി വട്ടത്ത് പറക്കുക. ഓല ശർറകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ ആളുകൾ പറയാണ്, മഹത്തുക്കള് പറയാണ്, സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം നീ മനസ്സിലാക്കിയാൽ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ആ സമയം പോലും നീ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തിന്റെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അപ്പോ 3 ഫാത്തിഹ ഓതുകയാണ്, 6 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ഇലാ ഹദറത്തുഹു നബിയനാ വ ഹബീബിനൽ മുസ്തഫ വ റബ്ബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرته أبو بكر الصديق عمر الفاروق عثمان وعلي رضي الله تعالى عنه. وإلى حضرة حمزة القرار. وإلى حضرة سعد بن معاذ. وإلى حضرة خالد بن وليد. وإلى حضرة ذي القرنين. وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة السيد أحمد جلال الدين البخاري കാട്ടിച്ചെറുപ്പാപ്പ. നിങ്ങള് വയസ്സായ ആൾക്ക് സീറ്റ് കൊടുക്കണം. ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. പ്ലീസ് മൈ റിക്വസ്റ്റ്. ഇംഗ്ലീഷ് പിന്നെ മലയാളം അറിയാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ എഴുന്നേറ്റ്. എന്താ ചെയ്യാ, സ്ഥലം നമുക്ക് തികയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാർ എഴുന്നേറ്റിട്ട് വയസ്സായ ആളുകൾക്ക് സീറ്റ് കൊടുക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. അപ്പൊ അതുകൊണ്ട് അതായിരിക്കും അല്ലാഹു നമുക്ക് തരുന്ന ഇവിടെ വന്ന ഏറ്റവും വലിയ ഫളിൽ. ഇൻഷാ അല്ലാഹ് 77 മക്കളെ കെട്ടിച്ചു. 3.5 ഏക്കർ സ്ഥലം എത്തിയ മക്കൾക്ക് വാങ്ങി. ഒരുപാട് ഇനിയത മക്കളെ കെട്ടിക്കുന്ന ഒരുപാട് എത്തിയ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർ തന്നിട്ടാണ്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഈ ദ്വാ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോളിങ്ങൾ ഓരോരുത്തർ സ്വർണം കൊടുന്നു തരും. അവർക്ക് വേണ്ടി അപ്പപ്പ നമ്മൾ ദ്വാരക്കും ചെയ്യും. നിങ്ങൾക്ക് ഫളിൽ വല്ല ഭാഗ്യം അല്ലാഹു തരട്ടെ കേട്ടോ. അപ്പൊ ചെറുപ്പക്കാരുകൾ ഒന്ന് ദയവ് ചെയ്തിട്ട് എഴുന്നേറ്റിട്ട് വയസ്സായവർക്ക് എന്ത് ചെയ്യാം, സീറ്റ് കൊടുക്കാം. مرحبا مرحبا مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹ് നീ സ്വീകരിക്കണല്ലോ. 6 സ്വലാത്ത് ചൊല്ലുകയാണ്. 4600 കിലോമീറ്ററുകൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മളെ ചങ്കിലെ ചോരയായ കരളിന്റെ കഷ്ണമായ ഹബീബായ മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد
فاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدر مقدار العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقدار العظيم. الله നീ സ്വീകരിക്കണം, അല്ലാഹ് കബൂലാക്കണം അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലീനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافي مزيدا. اللهم اوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومروية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله عليه وسلم. اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. أرحم الراحمين يا ربي ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. 4600 കിലോമീറ്റർക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളും ഞങ്ങളെ ചങ്കില ചോരയായ കരളിന്റെ കഠിനമായ ഹബീബായ മുത്തുനബിയുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ വിഷമങ്ങളും മാറ്റിക്കൊണ്ട് റബ്ബേ, ഞങ്ങൾ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിക്കൊണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ ഖൈർ നൽകണം അല്ലാഹ്, ബറക്കത്ത് നൽകണം അല്ലാഹ്. നൂറേ ഹബീബിന്റെ മുത്തുമണികൾ സമാധാനവും സന്തോഷവും നൽകണം അല്ലാഹ്. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ല. ഞങ്ങളെ മരിച്ചാലും ഞങ്ങളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കും, എന്റെ വാപ്പാക്ക് സ്വർഗം കൊടുക്കുമെന്ന് പറയാ മക്കള് വേണം. നമ്മളെ പരമ്പര നിലനിൽക്കണം. അതിനുവേണ്ടി മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ല. ഒരുപാട് പേര് ഗർഭിണികളുണ്ട് റബ്ബേ, ഒരു വിഷമവും നീ കൊടുക്കല്ല റബ്ബേ. 10 മാസം ഗർഭം ചുമക്കാനുള്ള ഭാഗ്യം നൽകണല്ലോ അല്ലാഹുവേ. ഞങ്ങളെ മക്കളെ നന്നാക്കണം അല്ലാഹ്, ഞങ്ങളെ മക്കളെ നന്നാക്കണല്ലോ. ഞങ്ങളെ ഭർത്താക്കന്മാരെ നന്നാക്കണല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണമല്ല. അവരെ കല്ലിനടിമയാക്കല്ലേ അല്ലോ, അവരെ കഞ്ചാവിനടിമയാക്കല്ലേ അല്ലോ, അവരെ പെണ്ണിനടിമയാക്കല്ലേ അല്ലോ. ഒരാപത്തിനും നീ പെടുത്തല്ല റബ്ബേ, ഒരു മുസീബത്തിനും നീ പെടുത്തല്ല റബ്ബേ. സന്തോഷം നൽകണമല്ലോ, സമാധാനം നൽകണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മക്കളെ പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാരെ പ്രവാസികളാ, ഞങ്ങളെ പേരമക്കളെ പ്രവാസികളാണല്ലോ. അല്ലാഹുവേ അവരെ ജനാദപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ സന്തോഷം നൽകണം അല്ലാഹ്, സമാധാനം നൽകണം അല്ലാഹ്. ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണം അല്ലാഹ്, റിസ്ക് നൽകണം അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടാളെ സമ്പത്ത് നൽകണം അല്ലാഹ്. കടക്കാരനായി മരിപ്പിക്കല്ല അല്ലാഹ്. ഈ നൃത്തം വെറുതെയാക്കല്ല റബ്ബേ, ഇരുത്തം വെറുതെയാക്കല്ല റബ്ബേ. നിർത്തുന്ന കരങ്ങളായി ഭാവി മടക്കല്ല അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ പച്ചക്കുപ്പയെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ട് സലാം പറയാൻ അഭായം നൽകണം അല്ലാഹ്. രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്, തന്നരോ നിഷ്പയാക്കണല്ല. തലയുടെ മൂർത്ത മുതൽ കാലിന്റെ പല്ലവരെ രോഗങ്ങളാണ് അത് നിശിപ്പ നൽകണല്ലോ. ഒരുപാട് പേര് യൂട്യൂബിലൂടെ നമ്മളെ മജ്‌ലിസ് കാണുന്നുണ്ട്, അത് നീ സ്വീകരിക്കണമല്ലോ. ഞങ്ങളെ സ്വലാത്തിനെ നിലനിർത്തണല്ലോ, ഞങ്ങളെ സ്വലാത്തിനെ നിലനിർത്തണല്ലോ.
നൂറെ ഹബീബിനെ തകർക്കാൻ വിട്ടമിട്ട് പറന്ന് കളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബ്. റസൂലുള്ളാഹിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്താണ് അവർ ശറുർ ഞങ്ങളെ പെടുത്തല്ല റബ്ബ്. അവരുടെ വാക്ക് കേട്ടിട്ട് സ്വലാത്ത് നിർത്തേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ലോ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. കല്യാണം ശരിയാവാത്ത ഒരുപാട് ആളുണ്ട്. അവർക്ക് ഖൈറായ തുണകൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കണമല്ല. ഇവിടെ വന്നവർക്ക് ഫള് പറയാൻ ഭാഗ്യം നൽകണമല്ല. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദില്ലാഹ് വഅഹ്ലൽ ബദീർ യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. ആ ഫളില് പറയാൻ വന്നോളൂ. സ്വർണം പൈസ ഒക്കെ ഉണ്ട്. സ്വർണം കൊടുന്നവര് പൈസ കൊടുക്കും. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് നൂറുന്ന നോവുണ്ട് വീടാമുറാതുണ്ട് ഹാജത്തടങ്ങാനുണ്ടോ ഹബീബോർ ചൊല്ലൂനി സ്വലവാത്തുൽ ഫാത്തിഹ. അതിനാൽ തീരാത്ത കഥനമുണ്ടോ തീരാത്ത കഥനമുണ്ടോ. സ്വലാത്തുൽ ഫാത്തിഹ മഹത്തമാണ്. സ്വലാത്തുൽ ഫാത്തിഹ വല്ലാത്തൊരു മഹത്തമാണ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം നീ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമായിരുന്നു മഹത്വങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവേ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഒരു വക്താവാകാനുള്ള ഭാഗ്യം നൽകണമല്ലോ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ കേട്ടോ. 72 മക്കളെ കെട്ടിച്ചു വിട്ടിങ്ങനെ എത്ര. ഒരു കുട്ടിനെ കെട്ടിക്കാനുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയോ? ഒരു കുട്ടിനെ കെട്ടുക. നിങ്ങൾ കുട്ടികളെ കെട്ടിച്ചിക്കണോ? ഇല്ല ഇല്ലേ? ഇൻഷാ അല്ലാഹ് ഇത്ര സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് അറിയോ? അപ്പോ 77 മക്കളെ കെട്ടിച്ചു. അത് മാത്രമല്ല ഒരുപാട് എത്തിയ മക്കളെ നമ്മള് എന്തായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് പള്ളി മദ്രസ നിർമ്മിച്ചിട്ടുണ്ട്. എത്തിയ മക്കൾക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അതൊന്നും ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടിട്ടല്ല. ഇവിടെ വന്നിട്ട് ഓൾക്കൊരു ഫള് കിട്ടിയിട്ട് അവർ നേർച്ചയാക്കിയതാണ്. അൽഹംദുലില്ലാഹ്. ഈ 30-ാം തീയതി, ഇനി 10-12 ദിവസമേ ഉള്ളൂ. ഈ 30-ാം തീയതി ഇൻഷാ അല്ലാഹ് ഈ ഹളറത്തില് അള്ളാഹുവിന്റെയും റസൂലിന്റെയും അനുഗ്രഹം കൊണ്ട് 20 മക്കളെ കല്യാണം. എത്ര? 20. 8 മുസ്ലിം മക്കളും അല്ല 12 മുസ്ലിം മക്കളും 8 ഹൈന്ദവ സഹോദരിമാരും. അള്ളാഹു അവരെ സഹായിച്ച എല്ലാവർക്കും റഹ്മായ അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് പേര് തരുന്നുണ്ട്. അവർക്കൊക്കെ ഓരോരുത്തർ കേട്ടോ. അട്ടപ്പാടിക്കാർ പോയോ? ഇതെവിടുന്നാ വരുന്നേ? എവിടെ? മേലാറ്റൂര്. മാഷാ അല്ലാഹ്. ഇതെന്തിനായി മോതിരം? ഇവിടെ വന്നീനോ? എന്നിട്ടത് മാറിയോ? മാഷാ അല്ലാഹ്. എത്ര വയസ്സാ? എന്തെങ്കില് മേലാറ്റൂരിൽ 2 മക്കൾക്ക് അപസ്മാരായിരുന്നു. 35 വയസ്സ് പ്രായം. മേലാറ്റൂർ ഈ മണ്ണിൽ വന്നു കണ്ണേറ് മാറ്റിലാക്കിയോ? മാഷാ അല്ലാഹ്. ഹബീബായ മുത്തനബിന്റെ ബറക്കത്ത് കൊണ്ട് ആ 2 മക്കൾ അപസ്മാര് മാറി. ആരങ്ങളാ? മാഷാ അല്ലാഹ്. അവിടെ നിന്നാണ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. എന്താ തങ്ങളുടെ കുട്ടിന്റെ പേര്? രോഗം അല്ലാഹു തരാതിരിക്കട്ടെ കേട്ടോ. അല്ലാഹു സന്തോഷം അല്ലാഹു നൽകട്ടെ. എപ്പോ പഠിക്കുന്നുണ്ടോ? ഇനി താല്പര്യം രോഗം തരാതിരിക്കട്ടെ കേട്ടോ. മാഷാ അല്ലാഹ്. 2 കുഞ്ഞു മക്കൾക്ക് അപസ്മാർ 2 മാറി. അല്ലാഹ് അതിന് സമ്മാനമായിട്ട് എന്താർക്കുള്ള സ്വർണം?
എത്തിയ മക്കൾക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ കേട്ടോ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ തക്കിപ്പിരിപ്പിച്ചില്ല. ഒരു ഫാത്തിഹ ഇപ്പത് വരക്കാം. എന്നെ കണ്ടിട്ട് അതിന്റെ ഉള്ളിൽ കയറി എന്നെ കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ. ടോക്ക് എടുക്കണ്ട കേട്ടോ. ഇനി അടുത്താള്. ഇതെന്താ ഇത്? മകന് തോറ്റു, അപ്പൊ ജയിക്കാൻ വേണ്ടി നേർച്ചയാക്കി. ഇവിടെ വന്നിരുന്നോ? ഇവിടെ വന്നിരുന്നോ? മാഷാ അല്ലാഹ്. തന്റെ മകനക്ക് തോൽക്കുന്നു, അങ്ങനെ ജയിക്കാൻ വേണ്ടി നേർച്ചയാക്കി ഇവിടെ വന്നു. ഇപ്പൊ ജയിച്ചോ? ഇപ്പൊ നല്ല മാർക്കോടെ ജയിച്ചു. അതിന് സമ്മാനായിട്ട് ഒരു വള അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പൊന്നു മോനുള്ള ഉന്നതങ്ങൾ അള്ളാഹു എത്തിക്കട്ടെ, സന്തോഷം അള്ളാഹു നൽകട്ടെ. ഇതിനൊക്കെ ഫദ്ലുൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തരട്ടെ. ഇതിനേക്കാളിരട്ടി സമ്പത്ത് അള്ളാഹു തരട്ടെ കേട്ടോ ഇൻഷാ അല്ലാഹ്. അടുത്തത് ഇത് വലിയ ഫദ്ലാണ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. ഇത് നയന മനോഹരമായ എത്ര പവന്റെ വള? ഇപ്പൊ ഒരു പവൻ ഇഞ്ഞുണ്ടോ? മാഷാ അല്ലാഹ്. ഇത് കണ്ടെങ്കിൽ ഒരു പവനിപ്പോ 1 ലക്ഷം റുപ്യ അടുത്ത് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഇതെന്താ എന്തിനാ തന്നെ? മക്കളുണ്ടായിരുന്നില്ല. എത്ര കൊല്ലം കല്യാണത്ത്? എത്ര? 21 കൊല്ലം കഴിഞ്ഞു, മക്കളില്ല. ഇനി പോകാത്ത സ്ഥലമില്ല. പക്ഷേ കൊടക്കാട് എപ്പോഴും വരും. എന്റെ കൂടെ ഫാമിലി ഉംറക്ക് വന്നിട്ടുണ്ട്. ഉംറക്ക് വരുമ്പോഴും എന്നോട് പറഞ്ഞൊരു വാക്കാണ്, തങ്ങളിപ്പാ കരയണ്ട മക്കള് വേണം. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ മദീനത്തും മക്കൾ തങ്ങളിപ്പാട്ട് എനിക്കറിയാം. അള്ളാഹു ഇത് 2ാമത്തെ കുടുംബമാണ്. കൊടുവള്ളി കുടുംബത്തിന് മക്കളായി ആ ഫാമിലിക്ക് അള്ളാഹു സുബ്ഹാനഹു 21 കൊല്ലത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോള് ഇപ്പൊ ഗർഭിണിയാണ്. സുഖപ്രസവം അള്ളാഹു കൊടുക്കട്ടെ. ആ വയറ്റിൽ കിടക്കുന്ന മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കൊടുക്കാതിരിക്കട്ടെ. ഗർഭം ചുമക്കാനും ഷുഗർ ലേശം കൂടുതലാ. അള്ളാഹു നിനക്കറിയാമല്ലോ. ഈ സ്വർണ്ണാഭരണത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നുമോൾക്ക് അള്ളാഹു ഒരു ബുദ്ധിമുട്ടും കൊടുക്കാതെ 10 മാസം ഗർഭം ചുമക്കാനും പ്രസവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുക്കട്ടെ. അപ്പൊ അതിന് സമ്മാനമായിട്ട് കേട്ടോ ഇത് അള്ളാഹു എത്തിയ മക്കൾക്ക് അള്ളാഹു തന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടോ അള്ളാഹു റാഹത്ത് നൽകട്ടെ. ഒരു ഫാത്തിഹ ഞാൻ ഓതും ഇൻഷാ അല്ലാഹ് കേട്ടോ. മാഷാ അല്ലാഹ്. തലവനെ കണ്ടിട്ട് പോകാൻ പാടില്ല കേട്ടോ. നേരെ ടോക്ക് എടുക്കണ്ട. ഞാൻ ഇതെന്താണ്? മകൾക്ക് വീടുണ്ടായിരുന്നില്ല, ഇപ്പൊ വീടായോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ വന്നീനോ? ഇൻഷാ അല്ലാഹ്. ആരാ സ്വർണ്ണത്? ഇതെന്താണ്? കമ്മലാണല്ലേ? ഇതെന്തെന്നു? ബ്രസ്റ്റിന് തൂമറിയുന്നു. ആർക്ക്? നിങ്ങൾക്കോ? മാഷാ അല്ലാഹ്. ഇവിടെ വന്നീനോ? മാറിയോ? മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ. ബ്രസ്റ്റിന് തൂമറിയുന്നു. നമ്മ ഇവിടെ വന്നിരുന്നു. ഇപ്പൊ രോഗമില്ല. ഇനി ആ രോഗം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. അള്ളാഹു രോഗം കൊടുക്കാതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അതിനെത്തിയ മക്കൾക്ക് സമ്മാനാണ്. ഇപ്പൊ ഫാത്തിഹ ഓതും. അടുത്ത സ്വർണ്ണം ഇതിങ്ങനെ ഞാൻ ഇവിടെ അല്ലെങ്കിൽ വിളിച്ചിട്ട് വലിച്ചെടുത്തിട്ട് പോകും. ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ഇതായിരിക്കും ഉമ്മ. ഇതെത്തിയ മക്കൾക്കല്ലേ? തങ്ങൾ പാപ്പാക്ക ഇതോ എനിക്ക് വന്നിയത്താക്കിയതാ. എനിക്ക് വേണ്ട അല്ല, എനിക്ക് തരുന്നുണ്ട്. ഇത് എത്തിയമ്മക്ക് കൈക്കോട്ടെ, പാപ്പാക്ക് വേണ്ട അല്ലെ? അതുകൊണ്ട് എനിക്ക് തന്ന അത് ഉപകാരത്തിൽപ്പെടൂല. എത്തിയമ്മക്ക് കൊടുക്കുമ്പോ ഉണ്ടാവുന്ന ആഹർത്തുക്കുണ്ടോ? അതല്ലേ ശരി. എനിക്ക് അള്ള തരുന്നുണ്ട്, നിനക്ക് പൊരുത്തല്ലേ? പാപ്പാക്ക് വേണ്ട. എനിക്ക് നേർച്ചയാക്കിയത് എനിക്ക് വേണ്ട. ഇൻഷാ അല്ലാഹ് ആ ഉമ്മയുടെ രോഗമുള്ള ഷിഫായി കൊടുക്കട്ടെ. അതിന് എത്തിയ മക്കൾക്കിനെ കിടക്കട്ടെ. നിങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ? ഉമ്മാന്റെ കുട്ടിക്ക് ഒരു പൂവ കിട്ടുന്നത്. ആയിക്കോട്ടെ. എന്നിട്ട് രോഗങ്ങൾ കുറവുണ്ടോ? മാഷാ അല്ലാഹ്. ഒരുപാട് മാറ്റം ഉണ്ടല്ലേ? അള്ളാഹു ഞാൻ രോഗം അള്ളാഹു തരാതിരിക്കട്ടെ കേട്ടോ. അതിനുള്ളിൽ ഞാനാ ഇതെന്താ? മകന് ഗൾഫിൽ പോടെ വന്നു. ഇപ്പൊ ഗൾഫിൽ പോയി. ഫസ്റ്റ് മാസം ഇതാർക്ക പൈസ? എത്തിയ മക്കൾ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. പിന്നെ മകനെ ഗൾഫിൽ കൂടെ വന്നു. ഗൾഫിൽ പോയി ഫസ്റ്റ് മാസം സംഭവം ഒക്കെ എത്തിയ മക്കളാണ്. എന്നോട് സ്നേഹമൊന്നുമില്ല അല്ലേ? പൈസന്റെ ഉള്ളിൽ ഞാനല്ലേ എത്തിയ മകൻ പൈസ തന്നെ. എന്ത് വിഷയം? മകനക്ക് യൂറിന് പ്രശ്നം ഉണ്ട്. ഇവിടെ വന്നീനോ? ഇപ്പൊ മാറിയോ? അതുള്ളത് പൈസ തന്നിട്ട് അള്ളാഹു ഞാൻ രോഗം കൊടുക്കാതിരിക്കും. ഇതെന്താണ്?
സ്ഥലം കച്ചവടമാകാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പൊ സ്ഥലം കച്ചവടമായി. ഇതിലിപ്പോ ആർക്ക് ഇങ്ങനെ എത്തിയ മക്കളെ കവറിലൊന്നും സ്ഥലത്തിന് പൈസ ഇടാൻ പറ്റൂല. എത്തിയ മക്കളെ കവറൊക്കെ മാറ്റണം. ഇതെന്താ സ്വർണം? ഇതെന്തിനാ? നേരോ? കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. വലിയ ഉണങ്ങാത്തൊരു മുറിയൊന്നും മാറി. അൽഹംദുലില്ലാഹ് അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. അപ്പൊ ഈ സഹായിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ അല്ലാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് 30-ാം തീയതി കല്യാണാണ്. 30-ാം തീയതി 20 മക്കളെ കല്യാണാണ്. അതൊക്കെ ഉപകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം അല്ലാഹു നൽകട്ടെ. അപ്പൊ ഈ തന്നവർക്ക് ഒരു ഫാത്തിഹ നമ്മൾ ഓതുക. അല്ലാഹു നാളെ ആഖിറത്തിലേക്കും ആ മുതൽ ഉപകാരപ്പെടുന്ന ഒരു അമല അല്ലാഹു സ്വീകരിക്കട്ടെ. തന്നതിനേക്കാൾ ഇരട്ടി സമ്പത്ത് അല്ലാഹു കൊടുക്കട്ടെ. അതിനു വേണ്ടി ഒരു ഫാത്തിഹയാണ്. അല്ലാഹ് യതീമക്കളെ സഹായിച്ചവരാണ്, പാവപ്പെട്ടവരെ സഹായിച്ചവരാണ്. അല്ലാഹ് 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 തന്നതിനേക്കാൾ ഇരട്ടി സമ്പത്ത് അല്ലാഹുവർക്ക് കൊടുക്കട്ടെ. നമ്മൾക്ക് കൊടുക്കാനുള്ള സമ്പത്ത് നമ്മളെ കയ്യിൽ തരട്ടെ. إلى حضرة نبينا وحبيبنا المصطفى وربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹുവേ നീ സ്വീകരിക്കണം. അല്ലാഹ് തന്ന മുതലൊക്കെ നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലാക്കി കൊടുക്കണമല്ല. തന്ന ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണമല്ല. സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല. ആ പുണ്യമോൾക്ക് സുഖപ്രസവം നൽകണമല്ല. ഇനി അപസ്മാരം കൊടുക്കല്ല റബ്ബേ. എല്ലാ ബലായും മുസീബത്തും കാക്കണമല്ല. ربنا آتنا في الدنيا وفي الآخرة حسنة وقنا. ആ എത്തിയ മക്കളെ കവറിലെ